കനത്ത മഴയിൽ കോഴിക്കോട് കൊയിലാണ്ടിയിൽ വീട് ഭാഗികമായി തകർന്നു. ബഷീറിന്റെ വീടാണ് തകർന്നത്. കോഴിക്കോടിന്റെ മലയോര മേഖലകളിലായിരുന്നു ഇന്നലെ കനത്ത മഴയുണ്ടായിരുന്നതും പുഴകൾ കരകവിഞ്ഞൊഴുകിയതും. അഖില CP കോഴിക്കോട് എന്ന വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അഖില, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് മഴ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്? കോഴിക്കോടിന്റെ സ്ഥിതി എന്താണ്? ഇപ്പോൾ നിലവിൽ മഴയുണ്ടോ? ശക്തമായ മഴയുണ്ടോ? മോത്തി, കോഴിക്കോട് ഇപ്പോഴും അതിശക്തമായ മഴ തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. പക്ഷേ എങ്ങനെയാണ് കോളേജിൽ എത്തുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ഈ പറഞ്ഞത് രാത്രി മുതൽ പെയ്ത മഴയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. വാഹനങ്ങളിലായാൽ പോലും ഈ പറയുന്നത് പോലെ റോഡിൽ പലയിടത്തായി വെള്ളക്കെട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കോളേജുകളിൽ എത്തും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. മാത്രമല്ല, കോഴിക്കോട് തീരദേശ മേഖലയും മലയോര മേഖലയും വലിയ ഭീഷണിയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. തീരദേശ മേഖലയിൽ വലിയ തിരമാല ണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഈ കടലിലേക്ക് പോകുന്നത് ഉൾപ്പെടെ ജലാശയങ്ങളിലേക്കുമെല്ലാം ഇറങ്ങുന്നതിന് വലിയ വിലക്കുണ്ട്. മറ്റൊന്ന് കിഴക്കൻ മലയോര മേഖലയാണ്. ഈ പറയുന്നത് പോലെ ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും എല്ലാം ഇത്തരത്തിൽ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. താഴ്ന്ന പ്രദേശത്ത് പല വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുവീടുകളിലേക്കെല്ലാം മാറാൻ കൃത്യമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകി കഴിഞ്ഞു ഇതിനോടകം തന്നെ. മറ്റൊന്ന് ഈ വലിയ രീതിയിലുള്ള വീടുകളാണ്, അതായത് തകർന്ന വീടുകളാണ് വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാക്കുന്നത്. കാരണം ഈ പറയുന്നത് പോലെ വീടുകൾ വീഴുന്നത് മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെ വീടുകൾക്കും വലിയൊരു ഭീഷണിയാണ്. ഇടിഞ്ഞു വീഴാറായ വീടുകൾ. അങ്ങനെയാണ് കൊയിലാണ്ടിയിൽ ഇപ്പോൾ ബഷീറിന്റെ വീട് തകർന്നിരിക്കുന്നു. ഭാഗികമായി തകർന്നതാണെങ്കിൽ പോലും സമീപത്തെ വീടുകളിലെ ഒരു വലിയൊരു ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് വിലങ്ങാടാണ് കോഴിക്കോടിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക. കാരണം ഇന്നലെ തന്നെ വായാട് ഉന്നതിയിലേക്കുള്ള പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വായാട് ഉന്നതിയിൽ 72ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ഇവരെയൊക്കെ മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ടോ? അതായത് നിലവിൽ ഇത്തരത്തിലുള്ള മാറ്റി പാർപ്പിക്കാനുള്ള ഒരുക്കങ്ങളൊന്നും ജില്ലാ ഭരണകൂടം നടത്തിയിട്ടില്ല. ഇവർക്ക് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഭീഷണി ഇല്ലാത്തതുകൊണ്ടാണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ നിന്ന് മാറിയാണ് വായാട് ഉന്നതി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഇല്ലാത്തതുകൊണ്ട് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. മുന്നറിയിപ്പ് ഇനി ഒരുപക്ഷെ മഴ ശക്തമാകുന്നതിന് തുടർന്ന് വരും ദിവസങ്ങളിൽ മുന്നറിയിപ്പ് ഉണ്ടായേക്കും. ഒരുപക്ഷെ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള നടപടികളെല്ലാം ഈ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അഖില.